ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. വെൽക്കം ബാക്ക്. ഇതാണ് ആന്ധ്രാപ്രദേശിലെ യാഗണ്ടി ടെമ്പിൾ. ഇതിൻ്റെ മുഴുവൻ പേര് വരുന്നത് ശ്രീ യാഗണ്ടി ഉമാമഹേശ്വര ടെമ്പിൾ എന്നാണ്. സറൗണ്ടിങ്സ് എല്ലാം പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. പക്ഷെ ഇവിടെ മഴ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. ഇത് ക്ഷേത്രത്തിന് മുകളിലോട്ട് പോകുന്ന വഴിയാണ്. നല്ല ചൂടാണ്. ഇപ്പം ഉച്ചയ്ക്ക് ഏകദേശം 1:30 മണിയായി. രാകേഷ്, എങ്ങനെയുണ്ട്? കൊള്ളാമോ? പടി കയറുകയാണ്. അങ്ങനെ ഞങ്ങൾ പതുക്കെ 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 അങ്ങനെ നടന്ന് കയറുകയാണ്. ഇത് 15th സെഞ്ച്വറിയിൽ നിർമ്മിച്ചതാണ്. ഇതിന് ചെറിയൊരു കവാടം കൂടെ ഉണ്ട് അകത്തോട്ട് പോകാനായിട്ട്. നല്ല മനോഹരമായ സ്ഥലം. ടയേർഡായ രാകേഷ് നല്ല ടയേർഡായി നടന്ന് കയറി. ഈ ഒരു ചെറിയൊരു ഇടുക്കിനകത്തോടു കൂടിയാണ് അകത്തോട്ട് പോകേണ്ടത്. ഞാനൊന്ന് ചെറുതായിട്ട് നടന്നു നോക്കി. പക്ഷെ ഭയങ്കര ചൂടാണ് ഇതിനകത്ത്. ഇതിനകത്ത് ചെറിയൊരു പ്രതിഷ്ഠയുണ്ട്. തല കുനിഞ്ഞു വേണം അകത്തോട്ട് കയറാനായിട്ട്. ഈ പാറയിൽ ചുറ്റപ്പെട്ടാണ് ഇരിക്കുന്നത്. ചെറിയൊരു ആൽ വൃക്ഷം കാണാം. ചൈന മതിൽ പോലെ തോന്നും കാണുമ്പോഴത്തേക്ക്. ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഈ വഴി പോയി നോക്കി. നമുക്കറിയത്തില്ലായിരുന്നു ഈ വഴി കുറേ പാറക്കെട്ടുകളൊക്കെ ഉള്ള റോഡുകളാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളത്. ഇനി അടുത്ത ഇതിനകത്തുള്ള വേറൊരു ചെറിയൊരു അമ്പലമുണ്ട്, അതിനകത്തോട്ട് പോവുകയാണ്. അവിടെ അഗസ്ത്യ മുനി തപസ് ചെയ്തതെന്ന് പറഞ്ഞു. ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട് ഇവിടെ. ഇത് ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൽ ഡിസ്ട്രിക്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു നന്ദി, ഒരു കല്ലിലുണ്ടാക്കിയ നന്ദിയുണ്ട്. പക്ഷേ അത് ഓട്ടോമാറ്റിക്കലായിട്ട് വളരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത് ആർക്കിയോളജിയുടെ അണ്ടറിലാണ് ഇപ്പോൾ. ഈ ക്ഷേത്രം ഉണ്ടാക്കിയത് തന്നെ കിങ് ഹരിഹര ബുക്ക റോയൽ എന്ന് പറയുന്ന വിജയനഗര എംപയറാണ് 15th സെഞ്ച്വറിയിൽ. അഗസ്ത്യമുനി തപസ് ചെയ്ത ആ ഒരു ഗുഹയ്ക്കകത്തോട്ടാണ് ഇപ്പോൾ പോകുന്നത്. കുറച്ച് നടന്ന് കയറാനുണ്ട്. ഇതിൻ്റെ മുകളിലാണ് അഗസ്ത്യമുനി തപസ് ചെയ്തത്. നല്ല സ്റ്റീപ്പായിട്ടുള്ള പടിയാണിത്. 2 പൂജാരിമാരുണ്ട് അവിടെ ഇത് പരിപാലിക്കുന്ന. അവർ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മഴ പെയ്യുമ്പോൾ ഇതിനകത്ത് വെള്ളം ഇറങ്ങാറുണ്ട്. നമ്മൾ ഈ പോയ ദിവസം അവിടെ ഈ മഴയ്ക്കായിട്ട് പ്രത്യേക പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രാകേഷ് പ്രാർത്ഥിക്കുകയാണ്. ഈ ഉച്ച സമയം ആയതുകൊണ്ടാണ് ആൾക്കാർ കുറവ്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ വരും. ഇനി താഴേക്കുള്ള ഇറക്കം വളരെ ശ്രദ്ധിച്ചു വേണം ഇറങ്ങാൻ. ചെറിയ പടിയുമാണ്, നല്ല ഇറക്കമാണ്. ഇതാണ് നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്ത യാഗണ്ടിയുടെ ആ ഒരു എൻട്രൻസ്. ഇതിപ്പോൾ അടച്ചിരിക്കുകയാണ് ഈ ക്ഷേത്രം. 3 മണിക്കേ തുറക്കത്തുള്ളൂ. ഇപ്പം മണി ഏകദേശം 1:45 ആയി. പക്ഷേ ഇത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നഷ്ടമാവും. സീ ദ ബ്യൂട്ടി. എന്താ രസം!
ഇവിടെ ഉള്ള ഒരു ക്ഷേത്രക്കുളം. ഞങ്ങളാദ്യം ഒന്ന് കുളിക്കാൻ നോക്കി, പിന്നീട് നോക്കിയപ്പോഴത്തേക്ക് ഇത്രയും ആൾക്കാർ കുളിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഹൈജീനിക് ഇഷ്യൂ നോക്കി കുളിച്ചില്ല. ഇത് പുറത്തോട്ട് ആ ചൈന മതിൽ പോലെ കാണിച്ച സ്ഥലത്തോട്ടാണ് പോകുന്ന വഴിയാണ്. ഇതതിൻ്റെ ഓൾമോസ്റ്റ് ഹൈറ്റിലാണ് നിൽക്കുന്നത്.